ഞങ്ങൾക്കിതൊരു പരീക്ഷണം നിറഞ്ഞ യാത്രയാണ്. ആ യാത്രയിൽ ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്ത് ചെയ്യും. ഒരാൾക്കാണെങ്കിൽ തൊട്ടിൽ കിടന്നുറങ്ങി മാത്രമേ ശീലമുള്ളൂ, ഒരാൾക്കാണെങ്കിൽ ഉറക്കം എന്താണെന്ന് പോലും അറിയത്തില്ലാത്തൊരു കൊച്ചാണ് എൻ്റെ മൂത്തത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടി എങ്ങനെ നമ്മൾ ഈ ദുബായിൽ നിന്നും അല്ലെങ്കിൽ ദോഹയിൽ നിന്നും ലുസാക്ക വരെയുള്ള ഒരു 9 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര നമ്മൾ എന്ത് ചെയ്യും. അല്ലെങ്കിൽ ഇനിയിപ്പം ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ദോഹയ്ക്ക് 4 മണിക്കൂറുള്ളൂ, അതെങ്ങനെയെങ്കിലും സഹിക്കാമെന്ന് വെക്കാം. ബാക്കി എന്ത് ചെയ്യും എന്നുള്ള ഒരേ ടെൻഷൻ. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പൊന്നും നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ആലോചനയാണല്ലോ, ഇതെങ്ങനെ ശരിയാകും, ഇതെങ്ങനെ ഒന്ന് സെറ്റിൽ ചെയ്യും ഇവരെ രണ്ടുപേരെയും. അതുകൊണ്ട് ആ യാത്ര മുഴുവൻ ഞങ്ങൾക്കൊരു റോളർ കോസ്റ്ററായിരുന്നു. അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്നതൊക്കെ ഭയങ്കര വിരളമായിട്ട്, എന്തൊക്കെയോ കഴിക്കുന്നു, എന്തൊക്കെയോ ആലോചിക്കുന്നു, എന്തെല്ലോ ടെൻഷൻസ്. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഈ ടെൻഷൻ അടിക്കുന്ന അത്രയൊന്നും ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായത് ബംടമ്മിൻ്റെ ആ ഒരു സാധനവും പിന്നെ കൊച്ചിൻ്റെ സ്ട്രോളറുമാണ്. മൈ ലൈഫ് സേവർ. ഓ, താങ്ക് ഗോഡ്.